നമസ്കാരം. CMRL ഓഫീസിൽ നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കണ്ടെത്തിയത് നിർണായക തെളിവുകളാണ്. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ അതായത് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരമാണ് കണ്ടെത്തിയത്. പ്രാഥമിക തെളിവെടുപ്പിലാണത് വ്യക്തമായതും. കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആദായ നികുതി വകുപ്പിന് CMRL സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മുതൽ 2023 വരെ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയുമാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപ മാത്രമാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലുമേറെയാണ്. യഥാർത്ഥ ലാഭത്തിന്റെ 4/1 പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയിട്ടില്ലെന്നുമാണ് കണ്ടെത്തിയത്. ഈ പണം എന്തു ചെയ്തു, ആർക്ക് നൽകി എന്നതാണ് SFIO കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ്. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ അതായത് കടലാസ് കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് SFIO ഉടൻ ആരംഭിക്കും. ഇത് അതിനിർണായകമായി മാറും. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക ED അന്വേഷണ സാധ്യതകളിലേക്ക് ആണ്. വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാകും ED കേസെടുക്കുക. ഇതിനൊപ്പം CBIയും വരും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. എക്സോലോജിക് മാത്രമല്ല, CMRL നിന്ന് പണം വാങ്ങിയ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം SFIO അന്വേഷണത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു. ഇതിനിടെയാണ് വീണ വിജയന്റേതും ഷെൽ കമ്പനിയാണെന്ന ആരോപണവും ഉയർന്നു വന്നത്. കാരണം CMRLൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നികുതി അടച്ചുവെന്ന് ധനവകുപ്പ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. CMRLൽ നിന്ന് കൈപ്പറ്റിയ 1.72 കോടി രൂപയ്ക്കാണ് IGST അടച്ചത്. വീണ നികുതി അടച്ചതായി IGST കമ്മീഷണർ ധനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് ലഭിച്ച വിവരം ധനവകുപ്പ് സ്ഥിരീകരിച്ചു. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLAക്ക് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തും നൽകിയിരുന്നു. ഈ ത്തിലാണ് വീണ വിജയൻ നികുതി അടച്ചുവെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എത്ര തുകയാണ് അടച്ചതെന്നും എന്നാണ് അടച്ചതെന്നുമുള്ള വിവരങ്ങൾ കത്തിൽ പറയുന്നില്ല. നിയമാനുസരണം അടയ്ക്കേണ്ട തുക അടച്ചതായി കാണിക്കുന്നു എന്ന് മാത്രമാണ് മാത്യു കുഴൽനാടന് നൽകിയ കത്തിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. എക്സോലോജിക് കമ്പനി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് മാത്യു കുഴൽനാടൻ MLA ധനവകുപ്പിന് പരാതി നൽകിയിരുന്നത്. വീണ വിജയന്റെ കമ്പനി നികുതി അടച്ചുവെന്ന് വ്യക്തമാക്കി GST കമ്മീഷണർ റിപ്പോർട്ട് നൽകിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് മാത്യു കുഴൽനാടൻ MLAക്ക് നൽകിയ കത്തും പുറത്തു വന്നത്. മാസപ്പടി വിവാദത്തിന് മുമ്പ് തന്നെ പണമടച്ചുവെന്നാണ് GST കമ്മീഷണറുടെ റിപ്പോർട്ടെങ്കിലും എത്ര തുകയാണ് അടച്ചതെന്ന് അതിലും പറയുന്നില്ല. തുക അടച്ചിരുന്നുവെങ്കിൽ വീണയോ കമ്പനിയോ ഇതുവരെ രേഖകൾ പുറത്തുവിടാതിരിക്കാൻ കാരണം എന്താണെന്നും വ്യക്തമല്ല. നികുതി അടച്ചതിന്റെ രേഖകൾ പുറത്തുവിടണമെന്ന് പരാതി ഉന്നയിച്ച മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരുന്നു. മാസപ്പടി വിവാദം കത്തി നിൽക്കെ മാത്യു കുഴൽനാടൻ MLA ആയിരുന്നു വീണ വിജയന്റെ എക്സോലോജിക് IGST അടച്ചിട്ടില്ലെന്ന ആരോപണം ഉയർത്തിയത്.
പണമടച്ചെന്നായിരുന്നു CPM നേതാക്കളുടെയും വാദം. നികുതി വിവരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ ധനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിലുള്ള അന്വേഷണത്തിലാണ് പണം അടച്ചെന്ന GST കമ്മീഷണറുടെ റിപ്പോർട്ട്. നികുതിദായകന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ നിയമ തടസ്സമുണ്ടെന്നാണ് ധനവകുപ്പ് അന്ന് വ്യക്തമാക്കിയത്. വിശദാംശങ്ങൾ ലഭിക്കാത്തതിനാൽ നികുതി അടച്ചതെന്നാണെന്ന് വ്യക്തമല്ല. വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക് CMRL-ൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ വീണ അനധികൃതമായാണ് പണം കൈപ്പറ്റിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് അവിശുദ്ധ ബന്ധമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷം ആരോപിച്ചത്. എന്നാൽ വീണ IGST അടച്ചുവെന്ന് പുറത്തു വന്നതോടെ അനധികൃതമായാണ് പണം കൈപ്പറ്റിയതെന്ന ആരോപണം അവസാനിക്കുമെന്നാണ് CPM പറഞ്ഞത്. എന്നാൽ എപ്പോഴാണ് IGST അടച്ചതെന്ന് ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. വിവാദം ഉയർന്നതിന് ശേഷമാണോ IGST അടച്ചതെന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ വീണയുടെ കമ്പനി ഷെൽ കമ്പനി അല്ലെങ്കിൽ കടലാസ് കമ്പനി ആണെങ്കിൽ ഇത് പുറത്തുവിടാൻ സാധ്യത ഇല്ലെന്നാണ് സംസാരം. അങ്ങനെയെങ്കിൽ വീണയും കർത്തയും പിണറായിയും ചേർന്ന് നടത്തിയ കള്ളപ്പണ ഇടപാടായി മാസപ്പടി വിവാദം മാറിയേക്കും. നന്ദി.